ഹായ് ഡിയർ, കോഡിംഗ് സെക്ഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫീച്ചേഴ്സ്. ഇത് കോഡിങ്ങിൽ തന്നെ പറയുന്നൊരു ടേമാണ് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്താണ് ഈ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? നമുക്ക് ചിന്താഗതി ഉണ്ടായിരിക്കും മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലേറ്റസ്റ്റ് തന്നെയാണ്, പക്ഷേ ലേറ്റസ്റ്റ് സെഞ്ച്വറിയാണ്. അതായത് C++ മുതലുള്ള അതൊക്കെ മോഡേൺ ലാംഗ്വേജ് തന്നെയാണ്. അല്ലാതെ ഇന്നലെയോ മിനിയാന്നോ വന്ന വല്ല പുതുതായിട്ട് വന്നതല്ല മോഡേൺ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ മോഡേൺ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കോഡിംഗ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ കാരണം കോഡിങ് എഴുതുമ്പോൾ ഓരോ കോഡിങ്ങിനും ഈ ഒരു ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഫീച്ചേഴ്സ് ഇതിൽ പറയുന്നത്. മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. The term modern programming language is ambiguous. Many consider language like Python, JavaScript as modern programming languages. Most of the mainstream programming languages were developed in the last century, mainly in 1970s, 1980s, 1990s. അതായത് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജുകൾ, പിന്നെ അതായത് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് 1970s, C++ 80s, ജാവ 90s, പൈത്തൺ ജാവാസ്ക്രിപ്റ്റ് 90s. അങ്ങനെ ഈ ഒരു 20th സെഞ്ച്വറിയിൽ ഉള്ള എല്ലാ ലാംഗ്വേജുകളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ലാസ്റ്റ് സെഞ്ച്വറിയിൽ വന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ഒന്ന്, ടൈപ്പ് ചെക്കിംഗ് ഉണ്ട്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, കൺകറൻസി മെക്കാനിസം. ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്യുന്നത്, അത് മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് പറയുന്നത് ടൈപ്പ് ചെക്കിംഗ് ആണ്. ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഓരോ കൺസ്ട്രെയിൻസും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉൾപ്പെടുന്ന കൺസ്ട്രെയിൻസിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യലാണ് ടൈപ്പ് ചെക്കിംഗ്. ടൈപ്പ് ചെക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈയിങ് ആൻഡ് എൻഫോഴ്സിങ് ദ കൺസ്ട്രെയിൻസ് of types, and it can occur either at compile time statically or at runtime dynamically. ടൈപ്പ് ചെക്കിംഗ് ഈസ് അതായത് എന്ത് പറയുന്നത് വെച്ചാൽ എക്സിക്യൂഷൻ്റെ സമയത്ത് ചേഞ്ചബിൾ അല്ലാത്ത ടൈപ്പായിട്ടും അതായത് റൺ ടൈമിൽ ഡൈനാമിക് ചേഞ്ചബിളായിട്ടും ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് ചെക്ക് ചെയ്ത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസിൻ്റെ ടൈപ്പാണ്, സ്റ്റാറ്റിക്കലാണോ ഡൈനാമിക്കലാണോ എന്ന് ചെക്ക് ചെയ്യലാണ് ടൈപ്പ് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് എക്സിക്യൂഷൻ ടൈമിലാവാം, ഒന്നല്ലാത്ത ടൈമിലാവാം, രണ്ട് ടൈമിൽ വെച്ചുകൊണ്ടാണ് ടൈപ്പ് ചെക്ക് ചെയ്യുന്നത്. ടൈപ്പ് ചെക്കിംഗ് ഈസ് ഓൾ അബൌട്ട് എൻഷുറിങ് ദാറ്റ് ദ പ്രോഗ്രാം ഈസ് ടൈപ്പ് സേഫ്, മീനിങ് ദാറ്റ് ദ പോസിബിലിറ്റി ഓഫ് ടൈപ്പ് എറേഴ്സ് ഈസ് കെപ്റ്റ് ടു മിനിമം. ഈ ഒരു ടൈപ്പ് ചെക്കിങ് വഴി പരമാവധി എറേഴ്സ് ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിന് ഈ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് കമ്പനി ടൈമിൽ അത് സ്റ്റാറ്റിക്കായിട്ട് നിലനിൽക്കണം, കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുകയും അത് റൺ ടൈമിന് പ്രോസസ്സ് നടക്കുമ്പോൾ ചേഞ്ച് വരികയും ചെയ്യണം. അങ്ങനെ ആവണം, അതാണോ എന്ന് ചെക്ക് ചെയ്യുക. അതുവഴി എറേഴ്സ് പരമാവധി കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. അതൊരു ഒന്നാണ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. എന്താണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്? UDT, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഇതൊരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്പിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ആവശ്യാനുസരണം ഡെവലപ്പ് ചെയ്യാവുന്ന ഡാറ്റ ടൈപ്സാണ്
UDT എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ഡാറ്റാസ്, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്സാണ്. അതും ഒരു മോഡേൺ ലാംഗ്വേജിൻ്റെ ഫീച്ചറാണ്. നമുക്ക് ഇഷ്ടാനുസരണം ഡാറ്റ ടൈപ്സ് കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ളത്. അത് ഓൾറെഡി ഉള്ള ഡാറ്റ ടൈപ്പിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടാണത് ചെയ്യുന്നത്. യു ക്യാൻ യൂസ് UDTs ടു എക്സ്റ്റെൻഡ് ദ ബിൽഡ്-ഇൻ ടൈപ്സ് ഓൾറെഡി അവൈലബിൾ ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ കസ്റ്റമൈസ്ഡ് ഡാറ്റ ടൈപ്സ്. പിന്നെ അടുത്ത ഡാറ്റ അബ്സ്ട്രാക്ഷൻ പല തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെയും പറയാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫീച്ചേഴ്സിനെ ഹൈഡ് ചെയ്തുകൊണ്ട് എസെൻഷ്യൽ ഇൻഫർമേഷനെ മാത്രം കാണിക്കുന്ന രീതിയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ റെഫേഴ്സ് ടു പ്രൊവൈഡ് ഓൺലി എസെൻഷ്യൽ ഇൻഫർമേഷൻ ടു ദി ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഹൈഡ് ഇൻ ദെയർ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. അതായത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്തുകൊണ്ട് എസെൻഷ്യൽ ഇൻഫർമേഷനെ മാത്രം കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ദാറ്റ് ഈസ് ടു റെപ്രസെൻറ്റ് ദ നീഡ് ഇൻഫർമേഷൻ പ്രോഗ്രാം വിത്തൗട്ട് പ്രസൻറ്റിംഗ് ദ ഡീറ്റെയിൽസ്. അത് ഡീറ്റെയിൽസ് ആവശ്യമുള്ള മാത്രം അതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക, അതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ടൈപ്പ് ചെക്കിങ്, യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ്, പിന്നെ പറഞ്ഞ ഡാറ്റ അബ്സ്ട്രാക്ഷൻ. നാലാമത് പറഞ്ഞൊരു ഫീച്ചറാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം, എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെസ്പോണ്ടിങ് ടു ദ ഒക്കറൻസ് ഓഫ് എക്സെപ്ഷൻസ്, അനോമലസ് ഓർ എക്സെപ്ഷണൽ കണ്ടീഷൻസ് റിക്വയറിങ് സ്പെഷ്യൽ പ്രോസസ്സിംഗ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് ഒരു ബഞ്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ഒരു എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കർ ചെയ്യുന്ന കണ്ടീഷൻസ് അത് മനസ്സിലാക്കുക, അതൊരു ഫീച്ചറാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ബഞ്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിന് മാത്രം എക്സെപ്ഷൻ കൊടുത്ത് കാണിക്കുക എന്ന് പറയുന്നത്. അനോമലസ് ഓർ എക്സെപ്ഷണൽ കണ്ടീഷൻ റിക്വയർ സ്പെഷ്യൽ പ്രോസസ്സിംഗ്. അപ്പോൾ സ്പെഷ്യൽ പ്രോസസ്സിങ്ങിൽ സാധാ പ്രോസസ്സിങ്ങിൽ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വരില്ല, അല്ലാത്തൊരു പ്രോസസ്സിൽ ബഞ്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് സിമിലർ ഒന്ന് മാത്രമേ എക്സെപ്ഷനായിട്ട് നിൽക്കുന്നതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അത് വരുമ്പോൾ എറേഴ്സ് വരാമോ, എറേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് മോഡൽ ലാംഗ്വേജിൽ വരുന്ന ഒന്നാണ് അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പോൾ അതിനനുസരിച്ച് എറർ റിക്കവർ ചെയ്യാൻ കഴിയും. പിന്നെ അടുത്താണ് കൺകറൻസി മെക്കാനിസം എന്ന് പറയുന്നത്. കൺകറൻസി ഈസ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മീൻസ് ദ കളക്ഷൻ ഓഫ് ടെക്നിക്സ് ആൻഡ് മെക്കാനിസം ദാറ്റ് എനേബിൾ ടു കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു പെർഫോം സെവർ ഡിഫറെൻറ്റ് ടാസ്ക് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് കൺകറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ collection of techniques and mechanism that enable computer program to perform several different tasks simultaneously. അപ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്തമായ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കുകളുടെയും മെക്കാനിസത്തിൻ്റെയും കളക്ഷൻസ് ആണ് എന്ത് കൺകറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് നിലനിൽക്കുക. ടു അച്ചീവ് ദീസ് ന്യൂ ഫീച്ചേഴ്സ് നീഡഡ് ടു ആഡഡ് ടു ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഈ കൺകറൻസി മെക്കാനിസം നമുക്ക് ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും ആഡ് ചെയ്യാൻ പറ്റും. കൺകറൻസി മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എറർ ഫ്രീ ആക്കി മാറ്റുക എന്നാണ്. കളക്ഷൻ ഓഫ് ടെക്നിക്സ് ആൻഡ് മെക്കാനിസം എനേബിൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ പർപ്പസ് വ്യത്യസ്ത തരം ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുക. പലതരത്തിലുള്ള ടെക്നിക്കുകളും പലതരത്തിലുള്ള മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ പലതരത്തിലുള്ള ടാസ്ക് ചെയ്യാൻ പ്രാപ്തമാക്കുക. അതാണ് കൺകറൻസി മെക്കാനിസം എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് മോഡൽ ലാംഗ്വേജിൽ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്ന് ടൈപ്പ് ചെക്കിങ്, മറ്റൊന്ന് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, മറ്റൊന്ന് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ്, കൺകറൻസി മെക്കാനിസം, എക്സെപ്ഷൻ ഹാൻഡ്. ഇത്രയാണ് മെയിനായിട്ടുള്ള മോഡൽ പ്രോഗ്രാമിങ്ങിൻ്റെ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓർത്ത് വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, താങ്ക് യു.